ജില്ലയിൽ കനത്ത പോളിംഗ്. കൊടകരയിലും മറ്റത്തൂരിലും മഴയിലും ആവേശം ചോരാതെ പോളിംഗ്. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. തുമ്പൂർ മുഴിയിൽ പോളിംഗ് ബൂത്തിൽ കടന്നുകൂടി പാമ്പ്. വോട്ടിംഗ് യന്ത്രം തകരാറിലായത് ജനത്തെ വലച്ചു. പലയിടത്തും വോട്ടിംഗ് നടന്നത് മന്ദഗതിയിൽ. UDF കഴിഞ്ഞ തവണത്തേതുപോലെ വിജയം ആവർത്തിക്കുമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല തരംഗമാകുമെന്ന് LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ. വോട്ടുകൾ രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളും പ്രമുഖ വ്യക്തികളും. സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്താൻ അതിരാവിലെ തന്നെ ബൂത്തുകളിൽ എത്തി. കുന്നംകുളം മത്സ്യ മാർക്കറ്റിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഗൃഹനാഥന് പരിക്ക്. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കനത്ത ചൂടിനെയും മഴയെയും പ്രതിരോധിച്ച് മികച്ച പോളിംഗ്. പല ബൂത്തുകളിലും വോട്ടെടുപ്പ് സമയം കഴിഞ്ഞും വോട്ടെടുപ്പ് തുടരുന്ന സ്ഥിതിയായിരുന്നു. 6 മണിക്ക് മുൻപ് വരിയിൽ സ്ഥാനം പിടിച്ചവർക്ക് പ്രത്യേക സ്ലിപ്പ് നൽകിയായിരുന്നു വോട്ട് ചെയ്യിപ്പിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൽ വിരലമർത്തുമ്പോൾ ബീപ്പ് ശബ്ദം വരാൻ കൂടുതൽ സമയമെടുത്തത് വ്യാപകമായ പരാതിക്കിടയാക്കി. ഇതുമൂലം പല ബൂത്തുകളിലും മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ബൂത്തുകളിൽ വരി നീളാൻ ഇത് കാരണമാക്കി. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേകം വരിയും ഏർപ്പെടുത്തിയിരുന്നു. കൊടകര മേഖലയിൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് സമാധാനപരം. കനത്ത മഴയും വോട്ടിംഗ് യന്ത്രങ്ങളുടെ മന്ദഗതിയും മാറ്റി നിർത്തിയാൽ സുഗമമായാണ് പോളിംഗ് നടന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ മൂലംകുടം SNVS സ്കൂളിലെ ബൂത്തിൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അരുൺ തലകറങ്ങി വീണു. ഇയാളെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. കടമ്പോട് ALP സ്കൂളിൽ വോട്ട് ചെയ്യാനായി വരുന്നയാൾ കുഴഞ്ഞു വീണു. നീരാട്ടുകുഴി സ്വദേശി പുളിയറത്തറ വിജയനാണ് കുഴഞ്ഞു വീണത്. പറപ്പുക്കര പഞ്ചായത്തിലെ ഏതാനും ബൂത്തുകളിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാണെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് നെല്ലായി, മൂത്രത്തിക്കര എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു. മറ്റത്തൂർ, കോടാലി, വെള്ളിക്കുളങ്ങര പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്തത് വോട്ടർമാരെ പ്രതിസന്ധിയിലാക്കി. മറ്റത്തൂർ കാരിക്കടവ്, ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്നുള്ള വോട്ടർമാർ 5 കിലോമീറ്ററോളം അകലെയുള്ള ചൊക്കന ഹാരിസൺ എസ്റ്റേറ്റിലെ റിക്രിയേഷൻ ക്ലബ്ബ് ഹാളിൽ സജ്ജീകരിച്ച ബൂത്തിലെത്തിയാണ് വോട്ടുകൾ രേഖപ്പെടുത്തി മടങ്ങിയത്. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. പേരാമംഗലം സ്വദേശി പുത്തൻവീട്ടിൽ 77 വയസ്സുള്ള നാരായണൻ ആണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് വരുന്നതിനിടെ സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. തീരമേഖലയിൽ വോട്ടെടുപ്പ് സമാധാനപരം. ചാവക്കാട് മേഖലയിൽ ബൂത്ത് 48, 49, എടക്കഴിയൂർ GMLP സ്കൂളിൽ സമയം കഴിഞ്ഞിട്ടും വോട്ടർമാരുടെ വലിയ നിരയായിരുന്നു. സ്ത്രീ വോട്ടർമാരെയാണ് ഇവിടെ കൂടുതലായി കണ്ടത്. 60ഓളം ബൂത്തുകളിൽ സമയം കഴിഞ്ഞിട്ടും പോളിംഗ് തുടർന്നു. ഗുരുവായൂർ MLA NK അക്ബർ ചാവക്കാട് വുമൺസ് ഇസ്ലാമിയ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ബ്ലാങ്ങാട് മാട് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ചാലക്കുടി തുമ്പൂർ മുഴിയിലെ ബൂത്തിനുള്ളിൽ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. തുമ്പൂർ കാറ്റിൽ ബ്രീഡിംഗ് ഫാമിലെ ബൂത്തിലാണ് അണലിപ്പാമ്പിനെ കണ്ടത്. വോട്ടെടുപ്പ് നടന്ന ഹാളിന്റെ ജനലിലായിരുന്നു പാമ്പ് ഉണ്ടായിരുന്നത്. പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർ ഇതിനെ കണ്ടയുടനെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. ഈ സമയം ബൂത്തിൽ വോട്ടർമാർ ഉണ്ടായിരുന്നില്ല. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് MPM UP സ്കൂളിൽ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ നടന്ന വാക്കേറ്റം സംഘർഷത്തിന് ഇടയാക്കി. 126 നമ്പർ ബൂത്തിൽ സമയം കഴിയാറായിട്ടും വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്നതിനെ സംബന്ധിച്ച് വോട്ടർമാർ ചോദ്യം ചെയ്തതാണ് തർക്കത്തിനും സംഘർഷാവസ്ഥയ്ക്കും വഴിവെച്ചത്. ഇതിനിടയിൽ സ്ഥലത്തെത്തിയ പോലീസ് വോട്ട് ചെയ്യാൻ നിന്നിരുന്നവരെ ലാത്തി ഉപയോഗിച്ച് അടിക്കാൻ ശ്രമിച്ചത് LDF പ്രവർത്തകർ ചോദ്യം ചെയ്തു. തുടർന്ന് പോലീസുമായി നടന്ന രൂക്ഷമായ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വോട്ടിംഗ് വൈകിപ്പിക്കുകയായിരുന്നുവെന്ന് LDF പ്രവർത്തകർ ആരോപിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 138 നമ്പർ ബൂത്തിൽ ഉദ്യോഗസ്ഥൻ വോട്ട് മാറ്റി ചെയ്തതായി പരാതി.
നെല്ലുവായി ചെറുവത്തൂർ വീട്ടിൽ 85 വയസ്സുള്ള അന്തോണി ജോൺസന്റെ വോട്ടാണ് പോളിംഗ് ഉദ്യോഗസ്ഥൻ മാറ്റി ചെയ്തതായി പരാതി ഉയർന്നത്. മകനോടൊപ്പമാണ് അന്തോണി ജോൺസൺ വോട്ട് ചെയ്യാൻ എത്തിയത്. കാഴ്ച കുറവായതിനാൽ ഉദ്യോഗസ്ഥൻ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറാവുകയായിരുന്നു. എന്നാൽ വോട്ടർ ആവശ്യപ്പെട്ട ചിഹ്നത്തിലല്ല ഉദ്യോഗസ്ഥൻ വോട്ട് രേഖപ്പെടുത്തിയത് എന്നാണ് ആരോപണം. അബദ്ധം പറ്റിയതായി ഉദ്യോഗസ്ഥൻ സമ്മതിച്ചതായും പറയുന്നു. തുടർന്ന് രൂക്ഷമായ വാക്കേറ്റം നടന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് അന്തോണി ജോൺസന്റെ ബന്ധുക്കൾ അറിയിച്ചു. വോട്ടെടുപ്പിന്റെ നിശ്ചിത സമയം കഴിഞ്ഞും വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, എളവള്ളി പഞ്ചായത്തുകളിലെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട വരി പ്രത്യക്ഷപ്പെട്ടു. ഏനാമാവ് സെയിന്റ് മേരീസ് LP സ്കൂൾ, താണവീഥി ഹിന്ദു LP സ്കൂൾ, കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ, എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പൂവത്തൂർ സെയിന്റ് ആന്റണീസ് UP സ്കൂൾ തുടങ്ങിയ പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടർമാർ വോട്ട് ചെയ്യുന്നതിനായി കാത്തുനിന്നത്. പോളിംഗ് സമയം കഴിഞ്ഞിട്ടും മാള മേഖലയിലെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തി കമ്മ്യൂണിറ്റി ഹാൾ ബൂത്ത് നമ്പർ 130, മാള പള്ളിപ്പുറം സെയിന്റ് ആന്റണീസ് സ്കൂളിലെ 124, 125 നമ്പർ ബൂത്തുകൾ, മണലിക്കാട് ബൂത്ത് നമ്പർ 132, ചക്കാമ്പറമ്പ് DPM UP സ്കൂളിലെ ബൂത്ത് നമ്പർ 67 എന്നിവിടങ്ങളിലാണ് വോട്ടർമാരുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടത്. ആലത്തൂർ സെയിന്റ് ആന്റണീസ് സ്കൂളിൽ 86-കാരി ട്രീസയ്ക്ക് പോളിംഗ് ബൂത്തിലെത്തിയിട്ടും വോട്ട് ചെയ്യാനായില്ല. ഏറെ നേരം കാത്തിരുന്നതിന് ശേഷം ഇവർ തിരിച്ചുപോയി. നേരത്തെ പോസ്റ്റൽ ബാലറ്റ് അനുവദിച്ചതിനാലാണ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിൽ 33-ാം നമ്പർ ബൂത്തിൽ ആളുമാറി വോട്ട് ചെയ്തത് ആശങ്കയ്ക്കിടയാക്കി. സെലീന എന്നു പേരുള്ള സ്ത്രീ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ തന്റെ പേരിൽ മറ്റൊരാൾ വോട്ട് രേഖപ്പെടുത്തിയതായി കണ്ടെത്തി. ഇതിനിടെ കള്ളവോട്ട് നടന്നുവെന്ന പ്രചാരണവും നടന്നു. ഒരേ പേരുള്ള 2 പേർ വന്നതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത്. ഇതിൽ നേരത്തെ വോട്ട് ചെയ്ത സെലീന വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മറ്റേയാളുടെ നമ്പറാണ് കൊണ്ടുവന്നത്. ആൾ വോട്ട് ചെയ്തപ്പോൾ പോളിംഗ് ഓഫീസർ അടക്കമുള്ളവർ ഫോട്ടോ പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെയാൾ എത്തിയപ്പോഴാണ് തെറ്റ് സംഭവിച്ചതായി മനസ്സിലായത്. തുടർന്ന് ഇവർക്ക് ടെൻഡർ വോട്ട് ചെയ്യാൻ അവസരം നൽകിയതോടെയാണ് ആശങ്കകൾ നീങ്ങിയത്. വോട്ടിംഗ് യന്ത്രം തകരാറിലായത് ജനത്തെ വലച്ചു. പല ബൂത്തുകളിലും മണിക്കൂറുകളോളം വൈകിയാണ് വോട്ടിംഗ് നടന്നത്. മാള സെയിന്റ് ആന്റണീസ് സ്കൂളിലെ 62-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. തൃശൂർ പടിഞ്ഞാറക്കോട്ട സെയിന്റ് ആൻസ് സ്കൂളിലെ 81-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. കാട്ടൂർ പൊഞ്ഞനം മഹിളാ സമാജത്തിലെ 8-ാം നമ്പർ ബൂത്തിലും വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കല്ലമ്പാറ MNBS സ്കൂളിലെ 56-ാം നമ്പർ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് അംഗൻവാടിയിൽ 125-ാം നമ്പർ ബൂത്തിൽ യന്ത്ര തകരാർ പരിഹരിച്ചതിന് ശേഷം അരമണിക്കൂറോളം വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. കടങ്ങോട് പഞ്ചായത്തിലെ മരത്തംകോട് MPM UP സ്കൂളിലെ 128-ാം നമ്പർ ബൂത്തിലും 1 മണിക്കൂർ വൈകിയാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. പാലപ്പള്ളി കുണ്ടായി ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം മാറ്റിസ്ഥാപിച്ച ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത്. ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ 2 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. പടിഞ്ഞാറ വെള്ളാനിക്കര അംഗൻവാടിയിലെ 17-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ആളൂർ പഞ്ചായത്തിലെ തിരുത്തിപ്പറമ്പ് സെന്റ് പോൾ സ്കൂളിലെ 180-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. കല്ലൂർ നായരങ്ങാടി വെർണാക്കുലർ LP സ്കൂളിലെ ബൂത്തിലും തൊട്ടിപ്പാൾ കർഷക സമാജം സ്കൂളിലെ ബൂത്തിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 10 മിനിറ്റോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. മരത്തംകോട് MPM UP സ്കൂളിൽ 128-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ പണിമുടക്കി. കോലഴി ചിന്മയ സ്കൂളിലെ 173-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീനും തകരാറിലായി. പുതുക്കാട് മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ വോട്ട് ചെയ്യാനെത്തിയവർ വരി നിന്ന് വലഞ്ഞുപോയി. ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവും വോട്ടിംഗ് മന്ദഗതിയിലായതുമാണ് വോട്ടർമാരെ ദുരിതത്തിലാക്കിയത്. 6 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. പ്രശ്നബാധിത ബൂത്തുകളിൽ ഒന്നായ പാലപ്പള്ളി കുണ്ടായി 80-ാം നമ്പർ ബൂത്തിൽ മോക്ക് പോളിംഗിനിടെ VVPAT മെഷീൻ തകരാറിലായി. കടുത്ത ചൂടിൽ വോട്ടർമാർ കാത്തുനിന്ന് വലഞ്ഞു. പുതുക്കാട്ടെ സെയിന്റ് ആന്റണീസ് സ്കൂൾ, മുപ്ലിയം ഗവൺമെന്റ് സ്കൂൾ, ചെങ്ങാലൂർ 2-ാം കല്ല് അയ്യങ്കാളി സ്മാരക മന്ദിരം, വരന്തരപ്പള്ളി സെയിന്റ് ജോൺ ബോസ്കോ LP സ്കൂൾ എന്നിവിടങ്ങളിലും വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും വോട്ടർമാരുടെ നീണ്ട വരി ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും വോട്ടിംഗ് മന്ദഗതിയിലാണ് നടന്നത്. ഇത് വോട്ടർമാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. ചില സ്ഥലങ്ങളിൽ കാത്തുനിന്നും മടുത്ത് വോട്ടർമാർ മടങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ 2 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായത് വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങാൻ കാരണമാക്കി.
വെള്ളറക്കാട് വില്ലേജിന് സമീപത്തുള്ള അംഗനവാടിയിലെ 125 നമ്പർ ബൂത്തിൽ മോക്ക് പോൾ നടത്താനിരിക്കെ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. ഉടൻ തകരാർ പരിഹരിച്ചെങ്കിലും മോക്ക് പോൾ നടപടികൾ പൂർത്തിയാക്കി വോട്ടെടുപ്പ് തുടങ്ങാൻ കഴിഞ്ഞത് അരമണിക്കൂർ വൈകിയാണ്. മരത്തംകോട് MPM UP സ്കൂളിലെ 128 നമ്പർ ബൂത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ച ഉടൻ തന്നെ യന്ത്രം തകരാറിലായതിനെ തുടർന്ന് 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പലതവണയാണ് യന്ത്രം പണിമുടക്കിയത്. ഇത് വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങാൻ കാരണമാക്കി. വോട്ടർമാർ മണിക്കൂറുകളോളം വരിയിൽ നിന്ന് വലഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലെ 123 നമ്പർ ബൂത്തിലും 126 നമ്പർ ബൂത്തിലും എരുമപ്പെട്ടി പഞ്ചായത്തിലെ മങ്ങാട് കോട്ടപ്പുറം 144 നമ്പർ ബൂത്തിലും ചിറ്റണ്ട സ്കൂളിലെ 148 നമ്പർ ബൂത്തിലും വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയത് വോട്ടർമാരെ ബുദ്ധിമുട്ടിലാക്കി. UDF കഴിഞ്ഞ തവണത്തേതുപോലെ വിജയം ആവർത്തിക്കുമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വർഗീയ പ്രചരണങ്ങൾക്കും വ്രണപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിനും എതിരെയുള്ള വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് വിൻസെന്റ് പറഞ്ഞു. ഇവർക്കുള്ള മറുപടിക്കാണ് ജനം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്നും UDFന് വലിയ വിജയം നേടിത്തരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പാർലമെന്റ് സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം തന്നെ വീണ്ടും ഞങ്ങൾ ഉറപ്പിക്കും. ശ്രീ കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ന്യൂനപക്ഷത്തിൻ്റെ വെറുപ്പും അതുപോലെ അനാവശ്യമായ വർഗീയ പ്രചരണങ്ങൾ, അതോടൊപ്പം തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടും സംസ്ഥാന രാഷ്ട്രീയവും കേന്ദ്ര രാഷ്ട്രീയവും ബലപ്പെടുത്തുന്ന, അത് വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറുകയാണ്. ജനങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല തരംഗമാകുമെന്ന് LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ. ബ്ലാങ്ങാട് മാട് ഹിദായത്തുൽ അവാം എയ്ഡഡ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ ഭൂരിപക്ഷത്തോടെ LDF സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗം ദൃശ്യമാകും. അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന് അനുകൂലമായ ഒരു വലിയ ബഹുജനാഭിപ്രായം നേരത്തെ തന്നെ ശക്തമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കും, വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് LDFന്റെ ജില്ലാ കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്ന് മുരളി പെരുന്നെല്ലി MLA പറഞ്ഞു. ഊരകം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MLA. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രബുദ്ധരായ വോട്ടർമാർ വിജയിപ്പിക്കുമെന്നും BJP 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും മുരളി പെരുന്നെല്ലി പറഞ്ഞു. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാർ തന്നെ വിജയിപ്പിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടയിൽ TCVയോട് പ്രതികരിക്കുകയായിരുന്നു അവർ. ബൂത്തുകൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇതെല്ലാം UDFന്റെ വിജയത്തിന് അനുകൂലമാണെന്നും വോട്ടർമാർ വലിയ ആവേശത്തിലാണ് തന്നെ സ്വീകരിക്കുന്നത് എന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. ബൂത്തുകളിലെ പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. വളരെ സജീവമായിട്ട് എല്ലാ ബൂത്തുകളിലും വലിയ നീണ്ട ക്യൂ ആണ്. അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെ ഉള്ളതാണ് എന്നുള്ളത് തന്നെയാണ്. വലിയ പ്രതീക്ഷയിലാണ് മുന്നണിയും പ്രവർത്തകരും എല്ലാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് NK അക്ബർ MLA. ചാവക്കാട് വുമൺസ് ഇസ്ലാമിയ കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ശക്തമായ എതിർപ്പാണ് പോളിംഗ് ബൂത്തുകളിൽ കാണുന്ന തിരക്ക് എന്നും അദ്ദേഹം പറഞ്ഞു. പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന തൃശൂരിനെ അറിയുന്ന LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് KK രാമചന്ദ്രൻ MLA. പുലക്കാട്ടുകര ഹോളി ഫാമിലി LP സ്കൂളിലെ 78 നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MLA. രാജ്യത്ത് നടക്കുന്ന 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 28ാം നമ്പർ ബൂത്തിലാണ് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കുള്ള വോട്ട് ഉള്ളത്.
ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്ന് VR സുനിൽകുമാർ MLA അഭിപ്രായപ്പെട്ടു. പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ഫലം BJPക്കും കോൺഗ്രസിനും ഒരുപോലെ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണിതെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ അഭിപ്രായപ്പെട്ടു. വോട്ട് ചെയ്യുക എന്നത് രാഷ്ട്രീയ സാക്ഷരതയുടെ ഭാഗമാണ്. ശരിയായ ഭരണമികവുള്ള പ്രതിനിധികളെയും സർക്കാരിനെയും തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും കടമയും ഓരോ പൗരനും ഉണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു. തന്റെ വോട്ട് ജനാധിപത്യത്തിനാണെന്ന് തിരക്കഥാകൃത്ത് PS റഫീഖ് പറഞ്ഞു. മതത്തിനും ജാതിക്കുമല്ല വോട്ടെന്നും ജനാധിപത്യത്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത് എന്നും റഫീഖ് പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രമുഖ വ്യക്തികൾ വോട്ടുകൾ രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുക്കാട്ടുകര സെന്റ് ജോർജ് CLP സ്കൂളിലെ ബൂത്ത് നമ്പർ 115 കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, പാലക്കാട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി A വിജയരാഘവൻ, ഭാര്യ മന്ത്രി ഡോക്ടർ R ബിന്ദു തൃശൂർ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KS ഹംസ ചേലക്കര തൊഴൂപ്പാടം അംഗൻവാടിയിലെ 53-ാം നമ്പർ ബൂത്തിലും, പൊന്നാനി ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് C നിവേദിത ഗുരുവായൂർ GUP സ്കൂളിലെ 109-ാം നമ്പർ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, മാർ ജേക്കബ് തൂങ്കുഴി എന്നിവർ തൃശൂർ സെന്റ് ക്ലെയർസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 98-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തിരുവനന്തപുരം ജവഹർ നഗർ സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ചാലക്കുടി മണ്ഡലം NDA സ്ഥാനാർത്ഥി K ഉണ്ണികൃഷ്ണൻ കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിലെ 109-ാം ബൂത്തിൽ കുടുംബസമേതം എത്തി വോട്ട് രേഖപ്പെടുത്തി. സനീഷ് കുമാർ ജോസഫ് MLA കുടുംബസമേതം നായരങ്ങാടിയിലെ അംഗനവാടി ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു കൊടുങ്ങല്ലൂർ വേമ്പല്ലൂർ SNKUP സ്കൂളിലും, ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര താരവും മുൻ MP-യുമായിരുന്ന ഇന്നസെന്റിന്റെ കുടുംബം ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. മുരളി പെരുന്നെല്ലി MLA മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകം AUP സ്കൂളിലെ പോളിംഗ് ബൂത്ത് നമ്പർ 101-ൽ കുടുംബസമേതമെത്തി വോട്ട് ചെയ്തു. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ പുല്ലൂറ്റ് VK രാജൻ സ്മാരക സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് LP സ്കൂളിലും, തിരക്കഥാകൃത്ത് PS റഫീഖ് എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. കയ്പമംഗലം MLA ET ടൈസൺ കാര സെന്റ് ആൽബന സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വടക്കാഞ്ചേരി മണലിത്തറയിലെ 53-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുന്നംകുളം MLA AC മൊയ്തീൻ പനങ്ങാട്ടുകര കല്ലമ്പാറ MNDS സ്കൂളിലെ 57-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സംവിധായകൻ സത്യൻ അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് TCV. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ ഗൃഹനാഥന് പരിക്കേറ്റു. ചെറുവത്താനി സ്വദേശി മുള്ളത്ത് വീട്ടിൽ ജയനാണ് പരിക്കേറ്റത്. മത്സ്യമാർക്കറ്റിന് സമീപത്തെ റോഡ് ഇറങ്ങി വരുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ മതിൽ ഇടിച്ചു തകർത്ത് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജയനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവാഹ ദിനത്തിലെ കന്നി വോട്ടിൽ ത്രില്ലടിച്ച് നവവധു. പറമ്പൻതളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 102-ാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് വിവാഹശേഷം നവവധുവും വരനും വോട്ട് ചെയ്യാനായി എത്തിയത്. മുല്ലശ്ശേരി പറമ്പൻതളി നടുവിൽപുരയ്ക്കൽ രാജീവ് മകൾ തീർത്ഥയുടെയും പൊന്നാനി ആട്ടെപ്പറമ്പിൽ രവി മകൻ രോഹിത്തിന്റെയും വിവാഹമായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ടി കണ്ണനെ തൊഴുത് ഇരുവരും കൂടി വിവാഹ വസ്ത്രത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുകയായിരുന്നു. നവവധുവിനെയും വരനെയും പോളിംഗ് ബൂത്തിൽ കണ്ടതോടെ വോട്ട് ചെയ്യാനെത്തിയവർക്കെല്ലാം കൗതുകമായി. പോളിംഗ് ബൂത്തിലെ നീണ്ട ക്യൂവിൽ നിൽക്കാതെ നവവധുവിനെ വോട്ട് ചെയ്യുന്നതിന് നാട്ടുകാർ സൗകര്യമൊരുക്കി. വിദേശത്ത് ജോലി ചെയ്യുന്ന രോഹിത്തിന്റെയും ബിരുദ വിദ്യാർത്ഥിയായ തീർത്ഥയുടെയും വിവാഹ തീയതി 6 മാസം മുൻപാണ് നിശ്ചയിച്ചത്. അപ്രതീക്ഷിതമായാണ് വോട്ടിംഗ് ദിവസം തന്നെ വിവാഹം വന്നു ചേർന്നത് എന്നും പ്രധാന 2 സംഭവങ്ങൾ ഒരേ ദിവസം വന്നതിൽ സന്തോഷമുണ്ടെന്നും വധൂവരന്മാർ പറഞ്ഞു. കതിർമണ്ഡപത്തിൽ നിന്ന് വിവാഹവേഷത്തിൽ ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തി വധു. മേളപ്രമാണി തിരുവള്ളക്കാവ് പെരുവനം ശിവന്മാരാരുടെയും ധന്യയുടെയും മകളായ അപർണയും വരൻ നെടുപുഴ പനമുക്ക് മലയത്ത് വേണുഗോപാലിന്റെയും ജയന്തിയുടെയും മകൻ ശരത്തുമാണ് വിവാഹത്തിന് ശേഷം വോട്ട് ചെയ്യാൻ എത്തിയത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 163-ാം പോളിംഗ് ബൂത്തിലായിരുന്നു അപർണയുടെ വോട്ട്. ശരത്ത് നെടുപുഴ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി.
അപർണയുടെ പിതാവ് ശിവൻ മാരാരും ബന്ധുക്കളും ഇവർക്കൊപ്പം വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിയിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ 121 നമ്പർ ബൂത്തിലെ അസൗകര്യം വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി. കടങ്ങോട് പഞ്ചായത്ത് കുടുംബശ്രീ ഓഫീസിലാണ് 121 നമ്പർ ബൂത്ത് സജ്ജമാക്കിയിരുന്നത്. ഇടുങ്ങിയ റൂമിലാണ് ബൂത്ത് ഒരുക്കിയത്. അതിനാൽ തന്നെ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത്. ഏകദേശം 6 മണിക്ക് തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വോട്ടർമാർ ബൂത്തിൽ ഇടം പിടിച്ചിരുന്നു. ബൂത്തിൽ 1544 വോട്ടർമാരാണ് ഉള്ളത്. എന്നാൽ ഇത്തവണ കുടുംബശ്രീ ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. കുടുംബശ്രീ ഓഫീസിന് മുന്നിലെ മറ്റൊരു കെട്ടിടവും ഇടുങ്ങിയ വരാന്തയും മൂലം ഇതുവഴി വോട്ടർമാർക്ക് എത്തിച്ചേരുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത്. അംഗപരിമിതരും വയോധികരും വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടേക്ക് വോട്ട് ചെയ്യുവാൻ എത്തിച്ചേർന്നത്. വോട്ടർമാർക്ക് വേണ്ടത്ര സൗകര്യമൊരുക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കി. വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വേഗതയില്ല, വെള്ളമില്ല, ഇരിക്കാൻ കസേരയുമില്ല എന്ന പരാതിയിൽ ഇടപെട്ട് ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ തോന്നൂർക്കര AUP സ്കൂളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നതിനിടെ മാധ്യമങ്ങൾ മന്ത്രിയോട് അറിയിച്ചപ്പോഴാണ് വിവിധയിടങ്ങളിൽ വെള്ളവും വേഗതയും ആളുകൾക്ക് ഇരിക്കുന്നതിന് കസേരകളും ഇല്ല എന്ന വിവരം അറിയുന്നത്. തുടർന്ന് അതിവേഗം വരണാധികാരിയെ ഫോണിൽ വിളിച്ച് പരാതിപ്പെടുകയും ചെയ്തു. ചേലക്കര പുലാക്കോട് AUP സ്കൂളിൽ വോട്ട് ചെയ്യാൻ എത്തിയ വയോധിക തളർന്നു വീണു. AUP സ്കൂളിലെ 87 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനായി എത്തിയ സരോജിനി അമ്മയാണ് തളർന്നു വീണത്. ഇവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷതയും രാജ്യത്ത് ശോഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നും ജനാധിപത്യ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുകയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വരണം എന്നാണ് തന്റെ ആഗ്രഹം എന്നും ഗാനരചയിതാവ് BK ഹരിനാരായണൻ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്ത് കാരിക്കാട് സ്കൂളിലെ 31 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം TCVയോട് പ്രതികരിക്കുകയായിരുന്നു ഹരിനാരായണൻ. സമ്മതിദാനം നിർവഹിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. അത് ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി എൻ്റെ സമ്മതിദാനം നിർവഹിക്കും. അപ്പൂപ്പന്റെ രാഷ്ട്രീയത്തിന് കന്നി വോട്ട് ചെയ്ത് ജൂനിയർ ഇന്നസെന്റ്. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ജൂനിയർ ഇന്നസെന്റ് അപ്പൂപ്പന്റെ രാഷ്ട്രീയത്തിന് കന്നി വോട്ട് ചെയ്തതായി അറിയിച്ചത്. ഇന്നസെന്റിന്റെ കുടുംബാംഗങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കണ്ണന്റെ അനുഗ്രഹം തേടിയെത്തി. മുക്കാട്ടുകര സെയിന്റ് ജോർജ് സ്കൂളിൽ കുടുംബസമേതം വോട്ട് ചെയ്തതിനു ശേഷമാണ് സുരേഷ് ഗോപി ക്ഷേത്രനടയിൽ എത്തിയത്. BJP പ്രവർത്തകർക്കൊപ്പം തെക്കേ നടപ്പുര വഴി ഗണപതി ക്ഷേത്രത്തിൽ എത്തി നാളികേരം ഉടച്ചു. ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുതു. താരത്തെ കണ്ട് ദർശനത്തിന് വരിയിൽ നിന്നിരുന്നവരടക്കം ഓടിയെത്തി സെൽഫി എടുക്കാൻ തിരക്കുകാട്ടി. ഗാന്ധിയൻ കൃഷ്ണൻ 100ന്റെ നിറവിലും ചുറുചുറുക്കോടെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ വലിയ പുരയ്ക്കൽ കൃഷ്ണനാണ് 100ാം വയസ്സിലും നടന്നുവന്ന പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തിയത്. വീട്ടിൽ വോട്ട് എന്ന പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ താൻ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാമെന്ന് കൃഷ്ണൻ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ 106 നമ്പർ ബൂത്തിൽ കുടുംബസമേതം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. 90-കാരിയായ ഭാര്യ അമ്മുക്കുട്ടിയോടൊപ്പം മകൻ ജയരാജൻ, മരുമകൾ ഗിരിജ, പേരമക്കളായ അശ്വതി, മിത്രവിന്ദ എന്നിവരോടൊപ്പമാണ് വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ എത്തിയത്. 69-ാം വയസ്സിൽ കന്നി വോട്ട് ചെയ്ത് മതിലകം സ്വദേശി ഖാദർ ഷെരീഫ്. പ്രവാസ ജീവിതം നയിച്ച ഷെരീഫിനെ വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അതിന് അവസരം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ 46 വർഷത്തെ ഗൾഫ് ജീവിതം വിട്ടൊഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ് നാട്ടിലെ വാസം സ്ഥിരമാക്കിയത് എന്ന് ഷെരീഫ് പറഞ്ഞു. ചാലക്കുടി പാർലമെന്ററി മണ്ഡലത്തിൽ വരുന്ന മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ ബൂത്തിലാണ് ഷെരീഫ് തന്റെ ചിരകാല അഭിലാഷം സഫലീകരിച്ചത്. കോടാലി സർക്കാർ LP സ്കൂളിലെ കരിവീരച്ചന്തം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കാണാമറയത്തായി. ആന തെരഞ്ഞെടുപ്പ് ചിഹ്നമായതാണ് കോടാലി സ്കൂൾ അങ്കണത്തിലുള്ള കോടാലി കൊമ്പൻ എന്നു പേരുള്ള ആന പ്രതിമയ്ക്ക് വിനയായത്.
തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ അങ്കണത്തിലുള്ള പ്രതിമ വോട്ടർമാർക്ക് കാണാനാകാത്ത വിധം മൂടിക്കെട്ടുകയായിരുന്നു. സ്കൂളിലെ ബൂത്ത് പരിസ്ഥിതി സൗഹൃദ മാതൃകാ ബൂത്തായതിനാൽ ഇലകൾ ഉപയോഗിച്ചാണ് ആനപ്രതിമ മറച്ചത്. 64 വയസ്സിലെ കന്നിവോട്ട് രേഖപ്പെടുത്തി പ്രവാസി. ചേലക്കര ചെട്ടിത്തെരുവിൽ CK മോഹൻ രാജാണ് കന്നിവോട്ട് രേഖപ്പെടുത്തിയത്. ചേലക്കര SMT സ്കൂളിലെ 79 നമ്പർ ബൂത്തിലാണ് ഇദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. വിദേശത്ത് ബിസിനസ്സുകാരനായിരുന്ന മോഹൻ രാജ് പ്രവാസ ജീവിതത്തിന്റെ തിരക്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചെയ്യാൻ നാട്ടിലെത്താൻ സാധിക്കാറില്ലായിരുന്നു. ഇപ്പോൾ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കന്നിവോട്ട് രേഖപ്പെടുത്തിയത്. വോട്ട് ചെയ്യാനെത്തിയ 2 സ്ത്രീകൾ കുഴഞ്ഞു വീണു. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിൽ വോട്ട് ചെയ്യാനെത്തിയ കൊല്ലൻപടി കിഴക്കേപ്പുരയ്ക്കൽ സുമതി, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവതിയുമാണ് കുഴഞ്ഞു വീണത്. വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് സുമതി കുഴഞ്ഞു വീണത്. വേലൂരിൽ കാൽവഴുതി വീണ് സ്ത്രീക്ക് പരിക്കേറ്റു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ കുറുവന്നൂർ വടക്കൻ വീട്ടിൽ ജോളിയാണ് കാൽവഴുതി വീണത്. 156 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ജോളി വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു. മേടച്ചൂടിൽ വാടിത്തളർന്ന് വോട്ട് രേഖപ്പെടുത്താനെത്തിയവർക്ക് പരിസ്ഥിതി സൗഹൃദ മാതൃകാ ബൂത്ത് ആശ്വാസം പകർന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി GLP സ്കൂളിലെ 173 നമ്പർ ബൂത്താണ് വനംവകുപ്പിന് കീഴിലെ വാഴച്ചാൽ ഡിവിഷനും കോടാലി GLP സ്കൂളിലെ PTA-യും ചേർന്ന് പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ മാറ്റിയെടുത്തത്. ഓലകൾ കൊണ്ട് അലങ്കരിച്ച ബൂത്തിൽ വോട്ടർമാർക്ക് ഇരിക്കുന്നതിനായി കസേരകളും വിശ്രമമുറിയും ഒരുക്കിയിരുന്നു. കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കായി ഫീഡിംഗ് റൂമും കുടിക്കുന്നതിനായി തണുത്ത വെള്ളവും ഒരുക്കി. വോട്ട് ചെയ്ത് ഇറങ്ങുന്നവർക്കായി സംഭാര വിതരണവും ഉണ്ടായിരുന്നു. ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ മാലിന്യ തൊട്ടികളും പരിസ്ഥിതി സൗഹൃദ ബൂത്തിലെ വേറിട്ട കാഴ്ചയായി മാറി. മുറ്റുചൂരിലെ പോളിംഗ് കേന്ദ്രത്തിലെ ക്രമീകരണങ്ങളിലെ പാകപ്പിഴ മൂലം വീൽചെയറിൽ വോട്ട് ചെയ്യാനെത്തിയ ഭിന്നശേഷിക്കാരനെ കാത്തു നിൽക്കേണ്ടി വന്നു. സാമൂഹിക പ്രവർത്തകനും ഹാം റേഡിയോ ഓപ്പറേറ്ററുമായ ശ്രീമുരുകൻ അന്തിക്കാടാണ് പോളിംഗ് കേന്ദ്രത്തിലൊരുക്കിയ ക്രമീകരണങ്ങളിലെ പാകപ്പിഴ മൂലം വലഞ്ഞുപോയത്. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം തന്റെ ഇലക്ട്രിക് വീൽ ചെയർ തനിയെ ഓടിച്ചാണ് സ്കൂളിന് പുറകുവശത്തുള്ള 29 നമ്പർ ബൂത്തിൽ എത്തിയത്. ഭിന്നശേഷിക്കാർക്കുള്ള മുൻഗണന പ്രകാരം വോട്ട് ചെയ്യാൻ ശ്രീമുരുകനെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും മുറിയുടെ വാതിലിന്റെ കട്ടിള തടസ്സമായി. അംഗപരിമിതർ വീൽചെയറിൽ എത്തിയാൽ ഒരുക്കിവെക്കേണ്ട റാമ്പുകൾ അവിടെ ഇല്ലായിരുന്നു. തുടർന്ന് സ്കൂളിൽ നിന്ന് കാലൊടിഞ്ഞ ബെഞ്ചിന്റെ മുകൾ ഭാഗം കൊണ്ടുവന്ന് അതിനു മുകളിലൂടെ വീൽചെയർ കടത്തിവിട്ടാണ് ഉദ്യോഗസ്ഥർ പ്രശ്നം പരിഹരിച്ചത്. നൂറ് വയസ്സു കഴിഞ്ഞ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കല്യാണിക്കുട്ടിയമ്മ വനപാലകരുടെ സഹായത്തോടെ വോട്ട് രേഖപ്പെടുത്തി. ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിലെ മാന്നാമംഗലം വില്ലേജിലെ 163 നമ്പർ ബൂത്തായ മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിയാണ് കല്യാണിക്കുട്ടിയമ്മ വോട്ട് ചെയ്തത്. കൊളാംകുണ്ട് മന്ദാരത്ത് വേലുച്ചാമി ഭാര്യ കല്യാണിക്കുട്ടിയമ്മ 85 വയസ്സ് കഴിഞ്ഞവരാണ്. 85 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നിട്ടും ബൂത്തിലെത്തി വോട്ട് ചെയ്യണമെന്ന ആഗ്രഹം മൂലം ഒല്ലൂർ മണ്ഡലം ഉപവരണാധികാരിയും തൃശൂർ DFOയുമായ രവികുമാർ മീണയെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മാന്നാമംഗലം സ്റ്റേഷനിലെ വനപാലകർ വീട്ടിലെത്തി കല്യാണിക്കുട്ടിയമ്മയെ വാഹനത്തിൽ ബൂത്തിലെത്തിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയത്. എരുമപ്പെട്ടി പെട്രോൾ പമ്പിനു സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ പതിയാരം മുരിങ്ങത്തേരി വീട്ടിൽ നെൽസനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ നെൽസനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിലെ 5ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ശിവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. ബാസ്റ്റ്യൻ വിനയസുന്ദർ സംഗമേശ്വരന്റെ തിടമ്പേറ്റി. മച്ചാട് ജയറാം വലതും പാറന്നൂർ നന്ദൻ ഇടതും കൂട്ടാനകളായി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ 100ഓളം കലാകാരന്മാരെ അണിനിരത്തിയുള്ള പഞ്ചാരിമേളം ശിവേലിക്ക് വിസ്മയം തീർത്തു. മെയ് 1 നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൃഷ്ണശിലയിൽ പുതുക്കിപ്പണിയുന്ന ചുറ്റമ്പലത്തിന്റെ കല്ലിടൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ഏകദേശം 10 കോടി രൂപ ചെലവിൽ കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ചുറ്റമ്പലം ചെമ്പോലമേഞ്ഞാണ് നിർമ്മിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ പ്രവൃത്തി പൂർണ്ണമാകുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ അറിയിച്ചു. ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ KK ഗോവിന്ദദാസ്, P സുനിൽകുമാർ, KK വിശ്വനാഥൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ NK ബൈജു എന്നിവരും സന്നിഹിതരായിരുന്നു. ചെന്നൈയിലെ സദ്ഗുരുദാസ് എന്ന ഭക്തന്റെ വകയായി ചന്ദനം അരയ്ക്കുന്നതിനുള്ള മെഷീൻ സമർപ്പണവും നടന്നു.
എടക്കളത്തൂർ ദുർഗാ ശിവക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ വിശേഷാൽ പൂജകളും ശിവേലിക്കും ശേഷം ഉച്ചയ്ക്ക് 12:30 7 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് നടക്കും. കൊമ്പൻ ഗുരുവായൂർ നന്ദൻ തിടമ്പേറ്റും. വൈകിട്ട് വേലവരവ് ഉണ്ടായിരിക്കും. പൂരത്തോടനുബന്ധിച്ച് ആനകളെ അണിയിക്കുന്നതിനുള്ള ചമയങ്ങൾ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. പാറമേക്കാവ് വിഭാഗത്തിനു വേണ്ടി ചമയങ്ങൾ ഒരുക്കിയ ടി വി സുധീഷിന്റെ നേതൃത്വത്തിലാണ് കോലവും നെറ്റിപ്പട്ടവും കുടയും അടക്കമുള്ള ചമയങ്ങൾ ഒരുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ കനത്ത പോളിംഗ്. കൊടകരയിലും മറ്റത്തൂരിലും മഴയിലും ആവേശം ചോരാതെ പോളിംഗ്. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. തുമ്പൂർ മുഴിയിൽ പോളിംഗ് ബൂത്തിൽ കടന്നുകൂടി പാമ്പ്. വോട്ടിംഗ് യന്ത്രം തകരാറിലായത് ജനത്തെ വലച്ചു. പലയിടത്തും വോട്ടിംഗ് നടന്നത് മന്ദഗതിയിൽ. UDF കഴിഞ്ഞ തവണത്തെ പോലെ വിജയം ആവർത്തിക്കുമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. തൃശൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂല തരംഗമാകുമെന്ന് LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ. വോട്ടുകൾ രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളും പ്രമുഖ വ്യക്തികളും. സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്താൻ അതിരാവിലെ തന്നെ ബൂത്തുകളിലെത്തി. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഗൃഹനാഥന് പരിക്ക്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.